നമസ്കാരം. ആവേശം സിനിമയ്ക്ക് കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ പരോക്ഷ വിമർശനം. ഒരു സിനിമയിൽ കുട്ടികളെ എടാ മോനെ എന്നാണ് വിളിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. ആ സിനിമ കണ്ടിട്ട് കുട്ടികൾ റൌഡി ഗ്യാങ് തലവന്മാരുടെ കൂടെ പോയെന്ന് പോലീസ് റിപ്പോർട്ട് കണ്ടു. 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ആക്രമ സംഭവങ്ങൾ സംബന്ധിച്ച അടിയന്തര പ്രമേയ ചർച്ചയിൽ മറുപടി പറയവെയാണ് ആവേശ സിനിമയുടെ പേരെടുത്തു പറയാതെ മുഖ്യമന്ത്രിയുടെ വിമർശനം. വയലൻസ് ആഘോഷിക്കപ്പെടുന്ന നില പരിശോധിക്കപ്പെടണം. ഏറ്റവും കൂടുതൽ ആക്രമവും കൊലയും നടത്തുന്ന ആൾ ഹീറോ എന്ന ഒരുതരം ഹീറോ വർഷിപ്പ് എല്ലാവരുടെയും തല്ലി ഒതുക്കുന്നതാണ് മഹത്വം. അങ്ങനെയാണ് ഞാൻ മാറേണ്ടതെന്ന് ചിന്തിക്കുന്ന നിലയിൽ മാറുകയാണ് കുട്ടികളുടെ മാനസികാവസ്ഥ. ഇതിന് പല കാരണങ്ങളുണ്ട്. അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിലെ മാറ്റങ്ങൾ, രക്ഷിതാക്കളും കുട്ടികളും തമ്മിലെ ബന്ധത്തിലെ മാറ്റങ്ങൾ, ധൂർത്ത്, ആസക്തി, സന്തോഷം എവിടെയൊക്കെയുണ്ടോ അതൊക്കെ സ്വന്തമാക്കണമെന്ന ചിന്ത എന്നിവയെല്ലാം പല കാരണങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമയും സീരിയലുകളും കുട്ടികളിൽ വലിയ തോതിൽ ദുസ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കണം. കുട്ടികളിൽ അക്രമോത്സുകത വർദ്ധിച്ചു വരുന്നു. എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടതെന്ന് വർത്തമാനത്തിൽ തീർക്കേണ്ടതല്ല, വിശദമായ അപഗ്രഥനം വേണ്ടതാണ്. ദേശീയവും അന്തർദേശീയവുമായ മാനങ്ങൾ ഉള്ളതുകൂടിയാണ് ഈ സംഭവം. കുറ്റകൃത്യങ്ങൾ എന്ന നിലയ്ക്കുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. പലതും സാധാരണ പോലീസിംഗിന്റെ പരിധിക്ക് പുറത്തുള്ളതാണ്. ഒറ്റപ്പെട്ട് പരിശോധിക്കേണ്ട ഏകമുഖമായ കാര്യമായിട്ടല്ല കാണേണ്ടത്. പല മുഖങ്ങളും പല തലങ്ങളുള്ള വിഷയമാണത്. ഇന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. ചർച്ചയോട് ഇത് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. അങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുന്ന വിഷയമല്ലിത്. അതീവ ഗൗരവമുള്ള വിഷയമായി ഇത് സർക്കാർ കാണുന്നു. പൊതുസമൂഹത്തിന്റെ വികാരം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാടും നടപടികളും വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമ നടപടികൾ സർക്കാർ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. കേവലമായ ക്രമസമാധാന പ്രശ്നം മാത്രമായല്ല, അതിനപ്പുറത്താണ് കാര്യങ്ങൾ. സാമൂഹിക മാനമുള്ള അതിഗൗരവമായ വിഷയമാണത്. ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിനിഷ്ഠമായ തലത്തിലേക്കോ രാഷ്ട്രീയ തലത്തിലേക്കോ ചുരുക്കി കാണാൻ പാടില്ല. കുട്ടികളിലെ ആക്രമണോത്സുകത ലോകമാകെ ചർച്ച ചെയ്യുന്ന കാലമാണത്. അമേരിക്കയിലെ കൊളറാഡോയിലെ കൊളംബിയ ഹൈസ്കൂളിൽ 12ാം ക്ലാസ് വിദ്യാർത്ഥി 1999 12 സഹപാഠികളെയും ഒരു ടീച്ചറെയും വെടിവെച്ചു കൊന്നു. 21 കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഏതാണ് അതുമുതൽ ഇങ്ങോട്ട് ആ സ്വഭാവത്തിലുള്ള ആക്രമണങ്ങളും അതിനെ നേരിടേണ്ടതായ എങ്ങനെയെന്നുള്ള ചർച്ച ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നത് കേരളത്തിൽ ഇത് ഉണ്ടാകുന്നതിനുള്ള ന്യായീകരണമല്ല. കേരളവും ലോകത്തിന്റെ ഭാഗമാണല്ലോ. സവിശേഷമായ സംസ്കാരവും ജീവിത സാഹചര്യവും നമ്മുടെ നാടിനുണ്ട്. അതിന് നിരക്കുന്നത് മാത്രമേ ഇവിടെ സംഭവിക്കാൻ പാടുള്ളൂ. അതിന് നിരക്കാത്ത രീതിയിലാണ് ഇപ്പോൾ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം നിയമസഭയിൽ മറുപടി പറഞ്ഞു. ഇളം തലമുറ വല്ലാതെ ഇന്ന് അസ്വസ്ഥമാണ്. മുതലാളിത്തവും ആധുനിക മുതലാളിത്തവും അതിൻ്റെ ഭാഗമായി വന്ന പുതിയ കമ്പോള വ്യവസ്ഥയും അതിൻ്റെ എല്ലാം ഭാഗമായി ഉയർന്നു വന്ന അതിതീവ്ര മത്സരാധിഷ്ഠിത ജീവിതവും കുട്ടികളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. വലിയ തോതിലുള്ള അസ്വസ്ഥത കുട്ടികളിൽ വരികയാണ്. എല്ലായിടത്തും കടുത്ത മത്സരമാണ്. ഒപ്പമുള്ളവനെ തോൽപ്പിച്ച് ജയിക്കാനാവൂ എന്ന ചിന്ത ഈ മത്സരം കുട്ടികളിൽ വളർത്തുന്നു. ഒപ്പമുള്ളവൻ ശത്രുവാണെന്ന ബോധത്തിലേക്ക് കുട്ടികൾ മാറുന്നു. ആഗോളവൽക്കരണ സമ്പദ് വ്യവസ്ഥയും അതുണ്ടാക്കുന്ന കമ്പോള മത്സരങ്ങളും മനസ്സുകളിൽ ഒപ്പമുള്ളവർ ശത്രുക്കൾ എന്ന ചിന്തയാണ് വളർത്തുന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കുടുംബ സാഹചര്യങ്ങളും ബാല്യത്തിലെ ഒറ്റപ്പെടലുകളും കുട്ടികൾക്ക് മണ്ണിനോടോ പ്രകൃതിയോടോ സഹജാതരോടോ സ്നേഹമുണ്ടാക്കാത്ത അവസ്ഥയുണ്ടാക്കുന്നു. കുട്ടിയോടൊപ്പം സന്തോഷവും സങ്കടവും പങ്കിടാൻ ചില വീടുകളിൽ ആരുമില്ല. ഓരോരുത്തരും അവരുടെ സ്വകാര്യ ലോകങ്ങളിലാണ്. രക്ഷിതാക്കൾ എങ്ങനെ രക്ഷിതാക്കളായി മാറണമെന്ന കാര്യം സമൂഹത്തിൽ ബോധവൽക്കരണം ആവശ്യമുള്ള കാര്യമാണ്. കുട്ടികൾക്ക് ഡിജിറ്റൽ അഡിക്ഷൻ വരുന്നു. അതിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അച്ഛനും അമ്മയും കുട്ടിയുടെ ശത്രുക്കളായി മാറുന്നുവെന്നും സിനിമയും സീരിയലുകളും വലിയ തോതിലുള്ള ദുസ്വാധീനം ഉണ്ടാക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.